സേവ് പൂരി. സേവ് പൂരി എന്ന് പറയുമ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള പൂരി, അതിൻ്റെ മുകളിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് അല്ലെ ആലു, അതുപോലെ കുറച്ച് മിക്സർ, കടലക്ക, സേവ്, ഉള്ളി, പിന്നെ തൈരിടും ചില ആൾക്കാർ, അത് ദഹിപ്പൂരിയാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ വന്നാൽ സേവ് പൂരിയായി. ഇത് ഒരു ചട്പട്ട സാധനമാണ്. നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും കിട്ടല്. പക്ഷെ ഇപ്പം ഇത് സൗത്തിലേക്കും വന്നു, നമ്മളെ നാട്ടിലേക്കെല്ലാം വന്നു. കാരണം ഇത് കഴിക്കാൻ കുറച്ച് തീക്കാ മീറ്റയാണ്, എരിവുണ്ട്, അതുപോലെ കുറച്ച് മധുരമുണ്ട്, അധികം പൈസയും ഇല്ല. ഇതിപ്പോൾ 40 രൂപയോ ഒരു പ്ലേറ്റ് സേവ് പൂരി. 6 സേവ് പൂരി ഉണ്ടാവും. പിന്നെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാനിപുരി. ഫേമസ്, എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് പാനിപുരി. വൈകുന്നേരം ബോംബെയിലെല്ലാം അധിക സ്ഥലത്തും കിട്ടുന്നതാണ് പാനിപുരി. ആദ്യം തന്നെ പറയട്ടെ, പാനിപുരി എല്ലാം മേടിച്ച് കഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നല്ലയിടത്തുനിന്ന്, നമുക്ക് അറിയുന്ന സ്ഥലത്ത് മാത്രം മേടിച്ച് കഴിക്കുക. ഒന്നാമത് ഈ പാനിപുരി ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്ന ആൾക്കാരും അവർ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലങ്ങളും കൊണ്ടുവരുന്ന വെള്ളവും ഇതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിക്കും ആരോഗ്യത്തിന് പ്രശ്നമാവുന്ന സാധനമാണ് പാനിപുരി. പ്രത്യേകിച്ച് അൺകുക്ക്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നും തിളപ്പിക്കാത്ത വെള്ളം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പാനിപുരി കഴിക്കാനാണ്. പാനിപുരി ഞാനധികം പ്രിഫർ ചെയ്യലില്ല. പക്ഷേ ഈ പറഞ്ഞത് സിന്ധി പാനിപുരിയാണ്. സിന്ധി കമ്മ്യൂണിറ്റിയിൽ അവരുണ്ടാക്കുന്ന പാനിപുരിയാണ്. അപ്പം സാധാരണ പാനിപുരിയിലൊരു വ്യത്യാസം എന്ന് പറയുമ്പം ഇതിൽ ഉരുളക്കിഴങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഉരുളക്കിഴങ്ങും പിന്നെ ഈ മട്ടറിൻ്റെ കറിയാണ് ഇതിലിടുക, പാനിപുരീൻ്റെ പൂരീൻ്റെ ഉള്ളിൽ. അതിടുന്നില്ല. അതിന് പകരം അതിലിടുന്നത് ബൂന്തിയ, മിക്സറിൻ്റെ ആ ചെറിയ ഉരുണ്ട ബൂന്തിയില്ലേ, ബൂന്തിയാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളം, പുതിന വെള്ളം, അതുപോലെ പുളീൻ്റെ മധുരമില്ല ചട്നി. അപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലാണ് തരിക. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒരു നേരിയ മധുരം ഉണ്ടാവും, ചെറിയൊരു എരിവും ഉണ്ടാവും, ഒരു പുളിപ്പെല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ സിന്ധ് പാനിപുരി അല്ലെ സിന്ധിയുള്ള പാനിപുരി എന്ന് പറയാം എനിക്കിഷ്ടം. ഇതിൽ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ഈ 2 വെള്ളവും അതിൽ നിറച്ച് ബൂന്തി നിറച്ച് മീഠാ ചട്നി ഇട്ട് തീക്ക ചട്നിയല്ലേ വെള്ളം ഇട്ട് നമുക്ക് തരുന്നു. നല്ല ടേസ്റ്റാണ്. തണുത്ത വെള്ളമാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. സിന്ധ് പാനിപുരി അതാണ് വ്യത്യാസം സാധാരണ പാനിപുരി പോലെ. ഇതെല്ലാം പണ്ടേ ഉള്ള കടകളാണ്. എനിക്ക് അറിയുന്ന കടയായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മേടിച്ച് കഴിക്കാൻ കാര്യം. ചില കടകൾ റോഡ് സൈഡിന് വിൽക്കുന്ന ചില ആൾക്കാർ സൈക്കിളിൽ ഉന്തിക്കൊണ്ടുവരും, അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് കുറേ വർഷങ്ങളായിട്ടുള്ള കടകളെല്ലാം നല്ല ഉണ്ടാവും. നമുക്ക് അറിയുകയാണെങ്കിൽ മേടിച്ച് കഴിക്കുക. അറിയില്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, ഞാൻ കാണുന്നതാണ്, അവരവരെ വണ്ടികൾ ഓരോ ചെറിയ ചെറിയ വീടുകളിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന, അതെല്ലാം മോശം തന്നെ പറയാം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നമാവും. അപ്പം നിങ്ങളും എൻജോയ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് റേറ്റ് ഇപ്പം 25 റുപ്പീസ് മുതലാണ് പാനിപുരി. 20 റുപ്പീസ് മുതൽ കിട്ടുന്നുണ്ട്. 20-25 ആവറേജ് വെച്ചിട്ടാണ് പാനിപുരീൻ്റെ റേറ്റ്. അപ്പം എൻജോയ് ചെയ്യുക, ചാട്ട് കഴിക്കുക, എൻജോയ് ചെയ്യുക. എരിവ്, പുളി ഇതെല്ലാം കൂടിയുള്ളൊരു ടേസ്റ്റാണ് ചാട്ട്. ഓക്കെ, എൻജോയ്.